അഭിനയം. മേശപ്പുറത്ത് വെച്ചിരുന്ന 100 രൂപ എവിടെ? ഞാൻ കണ്ടില്ല അമ്മേ. എന്താ കാണുന്നില്ലേ? കേബിളിന് കാശ് എടുക്കാൻ വെച്ചിരുന്നതാ. എവിടെ പോയി അത്? ഞാൻ എടുത്തിട്ടില്ല അമ്മേ. സത്യമാണ്, ഞാൻ എടുത്തിട്ടില്ല. നീ എടുക്കാതെ മറ്റാരും എടുക്കില്ല. സത്യം പറയടാ, നീ അല്ലേ കാശ് എടുത്തത്? അമ്മേ, എന്ത് കളഞ്ഞു പോയാലും അമ്മ എന്നെ മാത്രമേ കുറ്റപ്പെടുത്തുകയുള്ളൂ. എനിക്ക് എന്തിനാ അമ്മേ 100 രൂപ? ഞാൻ എടുത്തിട്ടില്ല. നീ എടുത്തില്ല അല്ലേ? ഈയിടെ എനിക്ക് കാശിനെതിരെ ആവശ്യം കൂടുതല. സത്യം പറയടാ, നീ അല്ലേ കാശ് എടുത്തത്? നീ അല്ലേ? ഞാൻ എടുത്തിട്ടില്ല. അവനെന്നതല്ലരുത് ചെയ്യാതെ അവനെടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? അമ്മ എന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കറിയാം ആരാ എടുത്തെന്ന്. അച്ഛനും കൂടി ഇങ്ങ് വരട്ടെ, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കുട്ടികളെ കാരണമില്ലാതെ തല്ലരുത് ശ്രീലതേ. ഇളം മനസ്സാ അവരുടേത്, സഹിക്കാൻ കഴിയില്ല അവർക്ക്. അമ്മ എന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വൈകുന്നേരം എല്ലാ കുട്ടികളും വീടുകളിലെത്തി. അവന് മാത്രം സമയമായിട്ടില്ല. എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കായിരിക്കും. ഇന്ന് വരട്ടെ. അമ്മേ, ഇന്ന് ചേട്ടനെ സ്കൂളിൽ കണ്ടിട്ടേയില്ല. പിന്നെ ആ ചെക്കൻ എവിടെ പോയി? കണ്ണനെ കണ്ടിരുന്നോ? നീയും കണ്ടിരുന്നില്ലേ? ഈശ്വര, പിന്നെ ആ ചെക്കൻ എവിടെ പോയി? നേരം വിളക്ക് വെക്കാറായല്ലോ ശ്രീലതേ. കണ്ണനെ ഇനിയും കണ്ടില്ലല്ലോ. എന്റെ കുട്ടിക്ക് എന്താ പറ്റാവോ? അമ്മ വിഷമിക്കാതിരിക്ക്. മോളെ, അച്ഛന്റെ മൊബൈലിലേക്ക് ഒന്ന് വിളിക്ക്. ഇങ്ങ് വേഗം വരാൻ പറ. ഹലോ, അച്ഛനല്ലേ? അച്ഛാ, കണ്ണേട്ടൻ ഇന്ന് സ്കൂൾ വിട്ട് വന്നിട്ടേയില്ല. അമ്മ അച്ഛനോട് വേഗം വരാൻ പറഞ്ഞു. വെക്കട്ടെ? എന്താ ചെയ്യട്ടെ? കണ്ണനെ ഇനിയും കണ്ടില്ലാന്ന് പറഞ്ഞു സാഹിറ്. നേരാ മുഹമ്മദ്, അത്ര നേരായിട്ട് അവനെ കണ്ടില്ല. എന്ന് ഇവിടെ 4 മണിക്ക് എത്തുന്ന കുട്ടിയാ. അപ്പോഴോ 6:30 മണി കഴിഞ്ഞു. നിങ്ങൾ ബേജാറാകാതെ നിൽക്കുന്നേ. ഓനെവിടെ പോകാനോ? ഓനിവിടെ എവിടെയും ഉണ്ടാവുന്നേ. ശിവദാസൻ വന്നല്ലോ. എന്താ പറ്റിയത് കണ്ണന്? എന്താന്നറിയില്ല ശിവേട്ട, നേരായിട്ട് അവനെ കണ്ടില്ല. ഇന്ന് കാലത്ത് ഞാൻ അവനെ കുറെ തല്ലിയിരുന്നു. അതിനോ മറ്റോ? എന്തിനാ അവനെ തല്ലിയത്? അത് പിന്നെ ശിവേട്ടൻ മേശപ്പുറത്ത് വെച്ചിരുന്ന 100 രൂപ അവനാ എടുത്തെന്ന് കരുതി ഞാൻ. അത് ഞാൻ കാലത്ത് തന്നെ കേബിളുകാരന് കൊടുത്തല്ലോ. നിന്നെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. നീ കേൾക്കാനിട്ടാ. അയ്യോ, അത് ശിവേട്ടനായിരുന്നു. ഞാൻ എന്റെ മോനെ അല്ല ശിവേട്ട. എനിക്കിപ്പൊ എന്റെ മോനെ കാണണം. അച്ഛാ, കണ്ണേട്ടന്റെ ക്ലാസ്സിലെ വിവേകേട്ടൻ വരുന്നു. ഇത് കണ്ണന്റെ അച്ഛനെഴുതിയ കഥ. ഇത് വായിക്കാൻ പറഞ്ഞു. ഉച്ച തിരിഞ്ഞാണ് ക്ലാസ്സിൽ ഉണ്ടായിട്ടേയില്ല. പ്രിയപ്പെട്ട അച്ഛന്, എന്നെ എപ്പോഴും കള്ളനായി കാണുന്ന അമ്മയുടെ അടുത്തേക്കും ആ വീട്ടിലേക്ക് തന്നെ ഇനി ഞാനില്ല. ഞാൻ ഇവിടെ എങ്ങുമില്ല. പിന്നെ ആ 100 രൂപ ഞാൻ എടുത്തിട്ടില്ല. അച്ഛനാണ് കളരിക്കൽ ദേവിയാണ് സത്യം. ഞാൻ ആ 100 രൂപ എടുത്തിട്ടില്ല. അച്ഛനെങ്കിലും എന്നെ വിശ്വസിക്കണം എന്ന് സ്വന്തം മകൻ കണ്ണൻ. സുഹൃത്തുക്കളെ, താളം വെച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും താനെടുക്കുന്ന സ്വഭാവം ചില മാതാപിതാക്കൾക്കുണ്ട്.
11 ഡി ക്ലാസ്സിലെ ഷംസീദ അവതരിപ്പിച്ച മോണോ ആക്ടാണ് ഇപ്പോൾ നടന്നത്. തുടർന്ന് റേഡിയോ ഡാൻസ്